നമുക്ക് ഈ ഒരു ചൂട് സമയത്തും നോമ്പുറക്കുന്ന സമയത്തും നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്രൂട്ട് മിക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചമുന്തിരി ചെറുതാക്കി മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു മാങ്ങയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പോളം മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ കിവി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു പപ്പായൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കുംബർ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുക്കുംബറും ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ട്. പപ്പായയും ഒരു 1/2 കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പഴമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്രൂട്ട്സിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേന് അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സിൽ മധുരം വരുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെജിറ്റബിളായിട്ട് കുക്കുംബർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പക്ഷെ നമ്മൾ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. വത്തക്ക അങ്ങനത്തെ ഫ്രൂട്ട്സും ഈ ഒരു ഇതിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു ഫ്രൂട്ട് മിക്സ് കേടായി പോവുകയും ചെയ്യും നമ്മൾ വത്തക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്രീമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമിൽ മധുരമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് മിക്സ് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീമും ഫ്രൂട്ട്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് നന്നായി സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിതൊരു വീഡിയോക്ക് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഫ്രൂട്ട് മിക്സിൻ്റെ മുകളിലും ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരി ആയിട്ട് എടുത്തിട്ടുള്ളത്. പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് മിക്സിന് നല്ല മധുരം കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ കോൺഫ്ലേക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് മിക്സാണിത്. ഇത് കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടമാവും. കാരണം നോമ്പിൽ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ മക്കളൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. എല്ലാ ഫ്രൂട്ട്സും കൂടെ കഴിക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു ചൂടിനാണെന്നുണ്ടെങ്കിൽ നോമ്പിനാണെങ്കിലൊക്കെ ഇതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കും.